ഹലോ. അപ്പോൾ നമ്മളുടെ റണ്ണിങ് വീഡിയോ ഒക്കെ കണ്ട് ബോറടിച്ച് തുടങ്ങിയ എന്ത് ചെയ്യാനാണ്ടപ്പോൾ നമുക്കറിയാവുന്ന ഒരു പരിപാടി ഇത് മാത്രമല്ലേ ഉള്ളൂ. അതിനെക്കുറിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി കേട്ടോ, ബാക്കിയുള്ളവർ സ്ക്രോൾ ചെയ്ത് പോയിക്കോ കേട്ടോ. നമുക്ക് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഇപ്പോൾ ജിമ്മിൽ ചെന്നപ്പോഴേക്കും ഒരുത്തൻ ആപ്സിൽ കളിക്കണേ. അപ്പോൾ ഞാൻ ചോദിച്ച് എന്താണ് പരിപാടി, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആപ്സ് തെളിയുന്നില്ല കേട്ടോ. ഇപ്പോൾ ഒരു 4 മാസം കഴിഞ്ഞു, 4-5 മാസം കഴിഞ്ഞിട്ടും ആപ്സ് അങ്ങോട്ട് സെറ്റായി വന്നില്ല. അതൊക്കെ സ്റ്റീറോയിഡൊക്കെ അടിക്കേണ്ടി വരും, എന്നാലും മാത്രമേ അതൊക്കെ റെഡിയായി വരുള്ളൂ. മരിച്ച് കളിക്കൊണ്ട് രക്ഷയില്ല. ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ പൊന്നു മോനെ, നീ ഇങ്ങനെ മരിച്ച് കളിക്കേണ്ട കാര്യമൊന്നുമില്ല. ആപ്സിന് വേണ്ടി കളിക്കണമെന്നാണെങ്കിൽ അതിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഈ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് ഫുഡൊക്കെ കട്ട് ചെയ്ത് ഓയിൽ, മസാല ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് പോകണം, എന്നാലേ ആപ്സ് വിസിബിൾ ആവുള്ളൂ. അപ്പോൾ ഇത്ര മരിച്ച് കളിച്ചിട്ടും കാര്യമില്ല. പിന്നെ നീ മറ്റേ സ്റ്റീറോയിഡ് ജിമ്മിൽ പോകണവർ ഇതൊക്കെ വിട്, അത് അവർ കോമ്പറ്റീഷൻ അവരുടേതായിട്ടുള്ള രീതിയാണ്, അത് വിട്ടോളാം. എന്നിട്ട് നിനക്കിപ്പോൾ ആപ്സ് വേണമെന്നാണെങ്കിൽ നിനക്ക് നിൻ്റെതായിട്ട് ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കിയിട്ട് നീ പ്രോട്ടീൻ കഴിച്ച് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ഫുഡ് കുറച്ച് അങ്ങനെ നിൻ്റെ ഫാറ്റ് പരമാവധി നീ കളഞ്ഞിട്ട് നീ ആപ്സിന് വർക്കൗട്ട് ചെയ്യും, അതിനുള്ള റിസൾട്ട് വരും. ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് ഞാനിപ്പോൾ ഷുഗറും ഓയിലും മസാല ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 3 മാസം, അതിന് മുമ്പുള്ള ഫോട്ടോയാണ് ഞാനിപ്പോൾ അത് ഇവിടെ കാണിക്കാം. കണ്ടോ, ഈ ഒരു ഫോട്ടോ 3 മാസം മുമ്പ്, അതായത് ഞാൻ എല്ലാ സാധനവും കഴിക്കുന്ന ഒരു ടൈമാണ്. മസാല, ഷുഗർ, ഓയിൽ എല്ലാ സാധനവും കഴിക്കുന്ന ഒരു ടൈമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്യാവശ്യം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഓടാൻ പോകുന്നുണ്ട്. ഇതൊക്കെ എല്ലാം ഉള്ള ഒരു ടൈമിലുള്ള ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി അത് എനിക്കൊരു ജിമ്മിൽ പോകണം, എനിക്ക് ഓയിൽ സംഭവങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് ചെയ്തത് നമ്മുടെ ഈ റണ്ണിന് വേണ്ടിയിട്ടൊരു ഇത് നടത്തിയിട്ട് ഞാൻ ഷുഗർ, ഓയിൽ, മസാല ഇതൊക്കെ കട്ട് ചെയ്തിട്ടുള്ള പിക്കാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ടോ ഇതാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു ഫിസിക്ക്. അത് ഞാൻ ഇന്ന് എടുത്തതാണ്, ഞാൻ ജിമ്മിൽ പോയപ്പോൾ എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 3 മാസമായിട്ടില്ല ഇതിപ്പോൾ 3 മാസം എന്ന് പറയുമ്പോൾ ഫെബ്രുവരി 11th ആ ടൈമിൽ വരുള്ളൂ. 11-ാം തീയതിയൊക്കെ ആവണം, ഒരു 3 മാസം ആവാനായിട്ട് കറക്റ്റ്. 3 മാസത്തിലുള്ള മാറ്റമാണ് എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്? അത് ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്തുകൊണ്ടാണ്. അതിനുള്ള ഡയറ്റ് എടുത്ത് എൻ്റേതായിട്ടുള്ള ഡയറ്റ് പ്ലാൻ, പിന്നെ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. എണ്ണ മസാല പരിപാടി ഇല്ല, പുഴുങ്ങിയിട്ടുള്ള പരിപാടിയാണല്ല. പിന്നെ നമുക്ക് എയർ ഫ്രൈ ചെയ്യാനുള്ള സംവിധാനമൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കഴിക്കുന്നത്. നിങ്ങൾ എത്ര വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടും ആപ്സിന് എത്ര മരിച്ച് കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനൊരു വലിയൊരു ഡയറ്റ് വേണം, അതിനൊരു ഡെഡിക്കേഷൻ വേണം അതിന് കേട്ടോ. ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള നിലവിലുള്ളൊരു ഫിസിക്ക്. അപ്പോൾ ഇത് ഫോളോ ചെയ്യുക. ഈ ഒരു സംഭവം നിങ്ങൾ മനസ്സിൽ കൊണ്ടുപോകുക. നിങ്ങൾക്ക് ആപ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയുമായിട്ടില്ല, ഒരു 6 മാസം കൊണ്ട് ഞാനൊരു ഫോട്ടോ ഇടണമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പോൾ ഒരു 6 മാസത്തെ അല്ല, അത് നമുക്കൊരു 3 മാസം കൂടി കഴിയുമ്പോൾ ഞാനൊരു വേറൊരു സംഭവം ഞാൻ ചെയ്യാം, എൻ്റെ ബോഡിയുടെ അടുത്ത മാറ്റങ്ങൾ കേട്ടോ. അപ്പോൾ ആപ്സ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ അത്യാവശ്യം അവരുടേതായിട്ടുള്ളൊരു മൈൻഡിൽ ഈ സാധനങ്ങളൊക്കെ എല്ലാം റെഡിയാക്കിയാൽ നടക്കുകയുള്ളൂ. നമ്മൾ ഈ ഓട്ടം പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം, ലീനായിട്ട് ഇരിക്കാനാണ് ഇഷ്ടം. ബൾക്ക് ചെയ്യാനായിട്ട് വലിയ താല്പര്യമില്ല. ബൾക്ക് ചെയ്യണമെന്നാണെങ്കിൽ ഒരു 3 മാസത്തിനുള്ളിൽ ഞാൻ ബൾക്ക് ചെയ്തെടുക്കും, അതിനുള്ളൊരു മൈൻഡ് എനിക്കുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉള്ള ചോറും അതും ഇതൊക്കെ വാരി തിന്നിട്ട് ജിമ്മിൽ പോയി കളി കളിച്ചിട്ടൊന്നും കാര്യമില്ല. ആപ്സിൽ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഡയറ്റ് കൊടുക്കണം, നല്ല ഉറക്കം വേണം, അതുപോലെ തന്നെ ഫുഡ് അതുപോലെ ആയിരിക്കും, പ്രോട്ടീൻ ഫുഡുകൾ എടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു ആപ്സ് റെഡിയാക്കി എടുക്കുന്ന നല്ലൊരു ആപ്സ് നിങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ ഒരു 3 മാസത്തെ ഒരു മാറ്റം മാത്രമാണ്. ഞാനിത് കണ്ടിന്യൂ ചെയ്യുന്നതാണെങ്കിൽ അത്യാവശ്യം അങ്ങനെ തന്നെ കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് പക്കയായിരിക്കും, അതിലൊരു വിട്ടുവീഴ്ചയില്ല മോനെ. അപ്പോൾ ശരി എന്നാൽ ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.